തമിഴ്നാട്ടിൽ സമീപകാലത്തുണ്ടായ വലിയ വിഷമദ്യ ദുരന്തമാണ് കള്ളാക്കുറിച്ചിയിലേത്. സർക്കാർ മദ്യവിൽപ്പനശാലയായ ടാസ്മാക്കിൽ മദ്യത്തിന് വില കൂടിയതോടെ പ്രാദേശികമായി ലഭിക്കുന്ന പാക്കറ്റ് ചാരായം വാങ്ങിക്കുടിച്ച തൊഴിലാളികളാണ് മരിച്ചവരിൽ കൂടുതൽ പേരും. നൂറിലധികം പേർ വിഷമദ്യം ഉപയോഗിച്ചതായാണ് സർക്കാരിന് ലഭിച്ച വിവരം. പലരും തലകറക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. പുതുച്ചേരി, സേലം, വില്ലുപുരം എന്നിവിടങ്ങളിലായി 60ലധികം പേർ നിലവിൽ ചികിത്സയിലാണ്. ഇതിൽ 9 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. போலீஸ் ரைட் பண்ணுவாங்க, வந்து அரெஸ்ட் பண்ணுவாங்க, அப்புறம் திருப்பி விற்பாங்க, அரெஸ்ட் பண்ணுவாங்க, திருப்பி விற்பாங்க. இதே தான் சார் அவங்க கண்டினியூ பண்ணிட்டு இருந்தாங்க. இது அதிகமாக அவங்க கண்டினியூ பண்ணியிருந்தா இப்போ இந்த அளவுக்கு இவ்வளோ மக்கள் சாக வேண்டிய அவசியமே இல்லை சார். இது நாங்கள் என்ன நினைக்கிறோன்னா, கள்ளச்சாராய வியாபாரிகளும் കാവൽത്തുറയും ചേർന്ന് കൂട്ടാകെ ചെയ്ത വ്യാപാരமாக பார்க்கிறோம். സംസ്ഥാനത്തുടനീളം വ്യാജമദ്യം സുലഭമാണെന്ന റിപ്പോർട്ടുകൾ സർക്കാർ തള്ളിയതാണ് ദുരന്തത്തിന് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. Already last year such a incident was happened in the nearby district. There also they didn't take any severe action. The action also, the inquiry CBCID is also still pending. അതിനിടെ പിടിച്ചെടുത്ത മദ്യത്തിന്റെ സാമ്പിളുകളിൽ മെഥനോളിന്റെ അംശവും കണ്ടെത്തി. വ്യാജമദ്യം വിറ്റ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിന്റെ അന്വേഷണം CBCIDക്ക് കൈമാറി. ആശുപത്രിയിലുള്ളവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ വിദഗ്ധരായ ഡോക്ടർമാരെ അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ചികിത്സയിലുള്ളവർക്ക് 50,000 രൂപയും അടിയന്തര സഹായമായി നൽകാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.